നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്ന ചെടികൾ കൃത്യമായിട്ട് എങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. സ്റ്റാർട്ടിങ്ങിൽ നടേണ്ട രീതി നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെടികൾ പിടിച്ച് കിട്ടാതെ പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഒന്നാമത്തെ കാര്യം 5-6 ഇഞ്ചിന്റെ ചെറിയ സൈസുള്ള ചട്ടി എടുക്കുക. വലിയ ചട്ടിയാണെങ്കിൽ ഒരുപാട് മണ്ണുണ്ടാവും, ആ മണ്ണിൽ അത്രയും നനവ് നിന്ന് വേര് ചീഞ്ഞു പോകും. രണ്ടാമത്തെ കാര്യം വളം ചേർക്കാത്ത സാധാരണ മണ്ണ്, റെഡ് സോയിൽ നല്ലതാണ്. അതുപോലെ തന്നെ ചകിരിച്ചോറോ അല്ലെങ്കിൽ പെർലൈറ്റോ ചേർക്കാം. ഒരു തരത്തിലുള്ള വളങ്ങളും ഈ ഒരു സ്റ്റേജിൽ ചേർക്കേണ്ട. വളം ചേർത്ത മണ്ണ് യൂസ് ചെയ്ത് ചിലപ്പോൾ വേര് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഈ ഒരു കവർ റിമൂവ് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള മണ്ണ് റിമൂവ് ചെയ്യേണ്ട. പലരും ഈ മണ്ണ് മുഴുവനായിട്ട് കഴുകി കളഞ്ഞിട്ടൊക്കെ നടാറുണ്ട്. അങ്ങനെ നട്ടാൽ അതിന്റെ വേര് കംപ്ലീറ്റ് ഡിസ്റ്റർബ് ആയിട്ട് നമ്മുടെ പ്ലാന്റ് ഫുൾ ആയിട്ട് ഡാമേജ് ആയി പോകും. ആ ഒരു ചൂടുഭാഗത്ത് നനവ് കുറവാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് നനയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ചട്ടിയിൽ വളം ചേർക്കാത്ത പോട്ട് മിക്സിൽ നട്ടുവെക്കുക. നട്ടിട്ട് നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലത്ത്, ഉച്ചയ്ക്കുള്ള ഹെവി ആയിട്ടുള്ള സൺലൈറ്റ് ഒഴിവാകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കീപ്പ് ചെയ്യുക. രാവിലത്തെയോ വൈകുന്നേരത്തെയോ ലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. സൺഷെയ്ഡിന്റെ താഴെയോ ബാൽക്കണിയിലോ സിറ്റ് ഔട്ടിലോ ഒക്കെ നമുക്ക് വെക്കാം. ഇനി മണ്ണിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ ഫംഗൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫംഗിസൈഡ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആ വെള്ളം കൊണ്ട് ചെടി നമുക്ക് ആദ്യം നനച്ചു കൊടുക്കാം. ഞാനിവിടെ സാഫ് ഫംഗിസൈഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത തവണ നനയ്ക്കുമ്പോൾ മണ്ണിലുള്ള നനവ് ചെക്ക് ചെയ്തിട്ട് വേണം നനയ്ക്കാനായിട്ട്. ടോപ്പ് സോയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. നനവുണ്ടെങ്കിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല. നനച്ചു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കാതെ നന്നായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്, നല്ല നീർവാർച്ച ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. വെളിച്ചം കുറവുള്ള സ്ഥലത്ത് വെക്കാനും പാടില്ല, അതും ശ്രദ്ധിക്കുക. 3 ആഴ്ച കഴിഞ്ഞ് നല്ലപോലെ വേര് വന്നതിന് ശേഷം നമുക്ക് വലിയൊരു ചട്ടിയിലേക്കോ നിലത്തേക്കോ മാറ്റാം. ആ സമയത്ത് നമുക്ക് വളം ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.